ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ രാവിലെ ഈ കാക്കകളുടെയൊക്കെ ശബ്ദം കേൾക്കാൻ എനിക്കിഷ്ടം. അങ്ങനെ ചിലരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോട്ടെന്നും പറഞ്ഞ് ഞാൻ കുറച്ച് നേരം ഇട്ടേ കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ താമസിക്കുന്നതൊക്കെ നമ്മുടെ അലാറം ഈ കാക്ക കരയുന്നത്, കോഴി കൂവുന്നത്, അങ്ങനെയൊക്കെയാണ് സമയം നോക്കി എണ്ണീക്കുന്നത്. രാവിലെ ദോശയുണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം പൂരിയും ഗ്രീൻ പീസ് കറിയും കൂടെ ഉണ്ടാക്കിയുണ്ടേ. പ്രീസം പറഞ്ഞ് ദോശയ്ക്കാന്നേലും ഇത് നല്ലതാണ്. അപ്പം ഞാൻ ചിന്തിച്ചിന്ന് ദോശ ഉണ്ടാക്കാമെന്ന്. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ദോശയാണ്. നമുക്ക് തിരിച്ചിടുമ്പം അതങ്ങ് മടങ്ങും, അത്രയ്ക്ക് സോഫ്റ്റാണ്. അപ്പം ഞാൻ നിങ്ങളുടെ ആരംഭത്തിൽ പറഞ്ഞില്ലേ, കോഴി കൂവുന്ന സമയമൊക്കെ നോക്കി പണ്ടൊക്കെ ഉള്ള കാലത്തൊക്കെ കറക്റ്റ് സമയത്ത് ഈ കോഴികൾ കൂവുമായിരുന്നു. 5 മണിക്ക് പോകുന്ന കോഴിയുണ്ട്, ഇന്നേക്കേ സമയമായെന്ന് പറയും കോഴികൾ. ഉച്ചയ്ക്ക് കറക്റ്റ് സമയത്ത് കോഴി കൂവുമായിരുന്നു. അതൊക്കെ ചിലരാണെങ്കിൽ വെയിൽ ഉദിക്കുന്ന നോക്കിയിട്ട് സമയം പറയും, അങ്ങനെ വരെ പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം ഉൾട്ടായി തിരിഞ്ഞു. ഇപ്പം മഴ പെയ്യുന്നതിനും ഒരു സമയമില്ല, വെയിൽ അടിക്കുന്നതിന് സമയമില്ല, കാറ്റടിക്കുന്നതിനും ഇല്ല, തണുപ്പിനും ഒരു സമയമില്ല. തോന്നുന്നത് പോലെ ഇപ്പോഴത്തെ കാര്യങ്ങൾ. കോഴികളാന്നേലും ഇപ്പം അതുപോലെ. അപ്പം ഞാനാണെങ്കിൽ ഡാഡിക്ക് ചുമയായതുകൊണ്ട് ഡാഡിക്ക് ചൂടുവെള്ളം ഒഴിച്ച് വെക്കാൻ രാവിലെ വെച്ചാൽ അത് കുടിച്ചോളുമല്ലോ ഇടയ്ക്കിടയ്ക്ക്. ഞാൻ ദോശയുടെ കൂടെ കഴിക്കുന്നത് അന്നുണ്ടാക്കിയ ഫിഷ് മോളിയാണ്. ഫിഷ് മോളിയുടെ കഥ ഇവിടെ ഭയങ്കര കേട്ടോ. ഇവിടെ ഫിഷ് മോളി നേരത്തെ അങ്ങനെ ആർക്കും ഇഷ്ടമല്ല. പണ്ട് ഞാൻ വെച്ചത് നെയ്മീൻ്റെ അകത്തായിരുന്നു. അപ്പോൾ അത് കുഴപ്പമില്ലായിരുന്നു, ഇവരൊക്കെ കഴിച്ചു. പക്ഷേ ഇത് അലുവ ആയതുകൊണ്ടാണോ എന്തോ, പോൾമോനാണെങ്കിൽ അതിൻ്റെ ചാറ് കൂട്ടി, റേച്ചാനാണെങ്കിൽ അതിൽ നിന്ന് പീസ് എടുത്ത് കഴിച്ച്. ഇവിടെ ആരും കഴിക്കാഞ്ഞ് ഇപ്പം ദോശയുടെ കൂടെ ഞാനതെടുത്തു, അവർക്കൊക്കെ ഗ്രീൻ പീസ് കറി കൊടുത്തു. അപ്പോൾ അപ്പത്തിൻ്റെയൊക്കെ ഞാൻ ബ്രെഡിൻ്റെ കൂടെ കഴിച്ചപ്പോഴും നല്ലതായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു മധുരം ഇതുകൂടെ. ഇനി ഈ പിള്ളേർക്ക് മീനായത് കൊണ്ടാണോ എന്താണെന്നാലും നമ്മൾ ചിക്കനൊക്കെ ഇട്ടുണ്ടാക്കുന്നതിനൊക്കെ ഒരു മീനിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ വരുമല്ലേ, അതുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇവർക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ അതിൽ നിന്ന് അപ്പോൾ ആ സ്പൂണും കൊണ്ട് അവിടെ വന്ന ഒരാളിട്ട് അമക്കിയത് പ്രൈസമ്മോൻ അടുത്ത് വന്ന് കറി ഇങ്ങനെ അമക്കി ഞാൻ അതിൻ്റെ അകത്ത് ടൊമാറ്റോയും അതെല്ലാം കൂട്ടി ഞാൻ കഴിച്ചു. എത്ര ദിവസം ഞാൻ തന്നെ കഴിക്കും. ഞാൻ പിന്നെ എന്തോ ചെയ്തെന്നോ, ഞാൻ ചോദിച്ചെന്നാൽ അപ്പം ഉണ്ടാക്കട്ടെ, അപ്പം ഉണ്ടാക്കിയാൽ നിങ്ങൾ കഴിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ആർക്കും അത്ര ഒരു സംതൃപ്തിയില്ല. അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തെന്നോ അതിൻ്റെ അകത്തുനിന്ന് മീൻ പറക്കി വറുത്ത് കൊടുത്തു. അപ്പോൾ എല്ലാവരും കഴിച്ച്. അപ്പം നേരത്തെ ഇവിടെ ഞാൻ പിന്നെ ഒരു റെസിപ്പി വേണമെന്നും പറഞ്ഞ്, എനിക്കറിയാം ഇവന്മാർക്ക് അത്ര താല്പര്യം വരത്തില്ലെന്ന്, റെസിപ്പി വേണമെന്നും പറഞ്ഞ് ഞാൻ ഇട്ടതാണ്. എന്നിട്ട് പിന്നെയും കുറച്ച് ചാറും അതുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ചാറ് പോൾമോൻ ബ്രെഡിൻ്റെ കൂടെ വൈകിട്ട് കഴിച്ചു. അങ്ങനെ ബാക്കി ഇച്ചിട്ടുണ്ടായിരുന്നു, അത് പിന്നെ കളയേണ്ടി വന്നു. കാരണം ഇവരായിരുന്നു കഴിക്കത്തില്ല, ഞാൻ എത്രമാത്രം അത് കഴിച്ച് തീർക്കണമായിരുന്നു. അപ്പം പിന്നെ ഷീറ്റുകളെല്ലാം മടക്കി ഇടണമായിരുന്നു. ഷീറ്റുകളെല്ലാം മടക്കിയിട്ടു. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ചോദിച്ചു, ചേച്ചിയുടെ വണ്ണം കുറഞ്ഞോ, സുന്ദരിക്കുട്ടിയായിട്ടിരിക്കുന്നല്ലോ എന്ന്. ഞാൻ ചോദിച്ചന്നേരം ചോറ് കഴിക്കുന്ന കണ്ടിട്ടാണോ ചോദിച്ചത്. നമ്മൾ അല്ല ചേച്ചി, ഉള്ളതാണ് പറഞ്ഞത്. ഈ ഫ്രണ്ട് ക്യാമറയിലൂടെ നമ്മൾ എടുക്കുന്നുണ്ടേ ഇത്തിരി, അതുമല്ല കിച്ചണി വെച്ചെടുക്കുന്നുണ്ടേ ഇത്തിരി ഗ്ലാമർ കൂടുതലുണ്ട്, അവിടെ ഇത്തിരി കളർ കൂടുതലുണ്ട്. അതുകൊണ്ട് അത്രയും കളറായിട്ടിരിക്കുന്നത്. അത്രയും കളറൊന്നുമില്ല കേട്ടോ. അതുപോലെ വയർ എനിക്കുണ്ട്, പുറകുവശം എനിക്ക് അത്രയും കുഴപ്പമില്ല, വയർ എനിക്കുണ്ട്. അതൊന്ന് കുറയ്ക്കണം, നടക്കാനൊക്കെ പോകുന്നുണ്ട്. ഈ പാത്രം കഴുകുന്ന ലിക്വിഡ് എത്ര ലിറ്ററിന്റെ ആയിരുന്നു? റേച്ചാനില്ലേ വാങ്ങിച്ചത്? ഈ ബർത്തൻ കഴുകുന്ന അതിന് അത് എത്ര ലിറ്ററിന്റെ വാങ്ങിച്ചത്? എടുത്തു നോക്ക് നീ. അപ്പം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസവും പറഞ്ഞില്ലായിരുന്നോ, ഞങ്ങൾ ആമസോണിൽ നിന്ന് ബെൻസി ഇങ്ങനെ വാങ്ങിച്ചപ്പോൾ എൻ്റെ അടുത്തും പറഞ്ഞ് നല്ലതാ വാങ്ങിയിരുന്നു. അപ്പോൾ ഈ ബർത്തൻ വാങ്ങിക്കുന്നത് ഞാൻ ഇപ്പോഴാണ് യൂസ് ചെയ്ത്, വാങ്ങിച്ചിട്ട് കുറേ ദിവസമായി. ദീപാവലി സമയത്തുള്ള ഓഫറായിരുന്നു. ഞാൻ എനിക്ക് നേരത്തെ ഉള്ളത് കൊണ്ട് ഞാൻ അതെടുത്തില്ല. പക്ഷെ നല്ല സൂപ്പറാണ്. നമ്മൾ വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് കുറേശ്ശെ എടുത്താൽ മതി. നല്ല ഫോമും കൊണ്ട് നന്നായിട്ട് വെളുക്കുകയും ചെയ്യും.
അപ്പോൾ റീച്ചാനോട് അന്ന് ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ ചോദിച്ചോണ്ടേ പറയുന്നത് 5 ലിറ്ററിന് അതിൽ കിടക്കുന്നത് 900 എത്രങ്ങാണ്ടായിരുന്നു. നമുക്കത് 445 രൂപയ്ക്ക് 85 രൂപയ്ക്കോ അവിടെ കിട്ടിയത്. ഒരു നഷ്ടമില്ല. ഞാൻ നോക്കിയിട്ട് നമുക്ക് 5 ലിറ്ററിൻ്റെ കൂടെ 5 ലിറ്റർ കൂടെ വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. അത്രയ്ക്ക് നല്ല തിക്നെസ്സും ഉണ്ട്. പക്ഷേ എനിക്ക് ഫ്ലോർ ക്ലീനർ മണമുണ്ട്, പക്ഷേ അത്ര ഇനി അങ്ങോട്ട് നമുക്ക് നിൽക്കത്തില്ലായിരുന്നു. ഡൈല്യൂട്ടൊന്നും ചെയ്താൽ അത്ര ഇതില്ല. അതുകൊണ്ട് പിന്നെ സോപ്പ് പൗഡറും വാഷിംഗ് പൗഡറും നല്ലതായിരുന്നു. പക്ഷേ അത് ഞങ്ങൾക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി. ഞങ്ങൾക്ക് നമ്മൾ ഇട്ടിട്ട് നമുക്ക് കിട്ടിയില്ലത്. പിന്നെ അത് പൈസ നമുക്ക് റിട്ടേൺ തരുമായിരുന്നു. അപ്പോൾ തുണി രാവിലെ കഴുകി അതാ ഞാൻ എല്ലാ അടുക്കളയിലെല്ലാം ഇരിക്കുന്നത് ഉള്ള സൗകര്യത്തിലും. അപ്പം തുണികൾ ഫ്രണ്ട് റൂമിലുള്ളത് അങ്ങ് എടുത്ത് കൊടുത്ത് അവർ കഴുകി ഇട്ടോളും. ബാക്കിയുള്ളത് അകത്ത് ഞാൻ കൊണ്ടുവെക്കും. അപ്പോൾ അതിൻ്റെ അകത്തൊരു ഫിൽറ്റർ ഉണ്ടല്ലോ വാഷിംഗ് മെഷീൻ്റെ അകത്ത്. ഞാനിപ്പോൾ അതെടുത്ത് കഴുകിയിട്ട് ഒരാഴ്ചയായി. എന്നും തുണി കഴുകുമല്ലേ, അത് വേണ്ട ഇത്ര അഴുക്കാണ്. ഇത് ഇരുന്നാൽ പിന്നെ തുണികളാകെ നശിക്കും. അതിൻ്റെ അകത്ത് ഇങ്ങനെ പാട് പോലെ വീഴും. അതൊന്നും എടുത്ത് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഞാനതൊരു ബ്രഷ് അവിടെ ഇരിപ്പുണ്ട്. ആ ബ്രഷ് ഇട്ട് ഉരച്ചിട്ട് അത് കളയാം. എല്ലാവർക്കും അറിയാം. പിന്നെ ആരെങ്കിലും ബൈ ചാൻസ് നമ്മൾ ഈ എന്തെങ്കിലും ഒരു വാക്ക് നമ്മൾ ചിന്തിക്കുക എല്ലാവർക്കും എല്ലാം അറിയാമെന്നും പറഞ്ഞ് ഇരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ആർക്കെങ്കിലും അറിയാൻ വയ്യാത്തതും കാണും. അതുകൊണ്ടാണ് ഞാനങ്ങ് പറഞ്ഞത്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് കേട്ടോ. വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം പോൾമോൻ അവിടെ ഇന്ന് ഓരോന്നൊക്കെ പറയുന്ന അവനെ പോയി ഞാൻ ഇത്തിരി ഫൈറ്റ് ചെയ്തിട്ട് നിൽക്കുക. ഫൈറ്റല്ല, അവൻ ഓരോ പൊട്ടത്തരങ്ങൾ പറയും. എന്തോ കോൾഡ് കോഫിക്കകത്ത് ചൂടുവെള്ളം ഇപ്പോൾ കോഫിക്കകത്ത് ചൂടുവെള്ളം ഒഴിച്ച് കുടിക്കാൻ ആരാണ്ട് പറഞ്ഞെന്ന്. ഞാൻ പറഞ്ഞു ആരെങ്കിലും പറയുന്ന പൊട്ടത്തരം നീ ചെയ്യല്ലേ, നീ ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി, ഞാൻ പറയുന്നത് കേട്ടാൽ മതി, ആരും പറയുന്നത് നീ കേട്ട് അത് ചെയ്യേണ്ടത് എനിക്ക് ലൂസ് മോഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അവൻ ഇടയ്ക്കിടയ്ക്ക് പമ്മി അടുക്കള. അവൻ അറിയത്തില്ല ഞാൻ ഫ്രണ്ട് ക്യാമറ ഇവിടെ ഓണാണ് കേട്ടോ. പിന്നെ അടുത്ത് വന്നപ്പോഴാണ് അറിഞ്ഞത്. ഇവിടെ ഈ ലൈറ്റിൻ്റെ ആടാ മമ്മി भी कितना गोरा गोरा दिखता है. ये सब मत डालो, मैं ऐसा सब देख रहा हूँ करके. लोग बोलेगा वो ज्यादा घमंड मत दिखा. क्या मैं देख रहा हूँ अपने आप को. पापा അവനെന്തോന്ന് അവിടെ വന്ന് ആക്ഷൻ കാണിച്ചിട്ട് പറഞ്ഞേ. അവൻ്റെയും ഫോട്ടോ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് അവൻ പറഞ്ഞ യോ എന്തൊരു രസമുണ്ട് അവൻ്റെ മുഖം കാണാൻ വെളുത്തിരിക്കുന്നു, മമ്മി എന്തോ ചെയ്തെന്ന്. ഞാൻ പറഞ്ഞടാ ഞാനൊന്നും ചെയ്തില്ല, ഇവിടെ വെച്ചതിൻ്റെ ആ ലൈറ്റിൻ്റെയാണ്. ആ മുരിങ്ങയില പോയി ഇച്ചി ഓടിക്കാൻ എന്താടാ. ഞാൻ നിന്നോട് പറഞ്ഞില്ല അവിടുത്തെ പപ്പായ നിൽക്കുന്നത് അറിയാമോ? പീച്ചെ ആ നിൽക്കുന്ന ആ ഡ്രം സ്റ്റിക്കിൻ്റെ ചാട് ചോട്ട ഇലയുണ്ടല്ലേ. ഞങ്ങളുടെ സൊസൈറ്റിയിലേ മുരിങ്ങ നിൽപ്പുണ്ട്, മുരിങ്ങ. അപ്പോൾ അതിൻ്റെ ഇല ഇച്ചിരി കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് വാച്ച്മാൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കുറച്ച് ഇല കിട്ടിയായിരുന്നെങ്കിൽ ഒരു കറി വെക്കാമായിരുന്നെന്ന്. അവരോട് ഞാൻ പറയണേ മുരിങ്ങയിലെന്ന് പറഞ്ഞാൽ അവന് മനസ്സിലായി. പിന്നെ ഞാൻ പറഞ്ഞു ഡ്രം സ്റ്റിക്കിൻ്റെ മരം ഉണ്ടല്ലോ അവിടെ ആ പുറകിൽ അത് ഇച്ചിരി ഓടിച്ചുകൊണ്ട് വരാനാണ് പറഞ്ഞത്. ഇവൻ കുറച്ച് ദിവസം കൊണ്ട് ഇപ്പം ജിമ്മിന് പോകുന്നുണ്ട്. ആ കഥയാണ് പറഞ്ഞത്. അപ്പോൾ അവനോട് ആരോ പറഞ്ഞ് അവിടെ വയറ് കുറയാൻ വണ്ണം കുറയാനും കോഫിക്കകത്ത് ചൂടുവെള്ളം ഒഴിച്ച് കുടിച്ചാൽ മതി. അതിനാണ് ഞാൻ അവനെ വഴക്ക് പറഞ്ഞത്. ചെറുക്ക ഞാനിത് കേട്ടിട്ടില്ല, ചുമ്മാ വയറിളകും, ആരെങ്കിലും പറയുന്നത് നീ കേൾക്കരുത്, നിൻ്റെ പേരൻസ് പറയുന്നത് കേൾക്ക്, നിൻ്റെ നല്ലതിനല്ലേ ഞങ്ങൾ പറയുന്നത്, ആരെങ്കിലും കൂട്ടുകാർ പറയുന്നത് കേട്ടിട്ട് നീ ചെയ്യല്ലേ എന്ന് പറഞ്ഞു. അതിനായിരുന്നു അവിടെ തർക്കം ഞാനും അവനൂടെ അപ്പനും. കുറേ പപ്പയുടെ പോക്കറ്റിൽ തന്നെ ഉണ്ട് കിലോക്ക കൊടവയറ് വയ്ക്കുന്നത് നോക്കോ. കൊടവയറ് റീച്ചാണെങ്കിൽ രാവിലെ 1 മണിക്കൂർ പോയി. ഇപ്പോൾ 1 മാസമൊക്കെ ആയി ബാഡ്മിൻ്റൺ കളിക്കുന്നുണ്ട്. റീച്ചാനും പോളും പോകുന്നുണ്ട്. എന്നിട്ടും റീച്ചാൻ്റെ വെയിറ്റ് പക്ഷേ വർഷങ്ങളായിട്ടും ഒരു 1/2 കിലോ കൂടും അങ്ങനെങ്ങാണേ ഉള്ളു. ഇതുവരെ അങ്ങനെ കൂടുതലായിട്ട് ഓവറായിട്ട് കൂടിയിട്ടില്ല. പക്ഷേ കഴിക്കുന്ന പോലെ കഴിക്കുകയും ചെയ്യും. ഈ വയറെന്തോന്ന് വെച്ചാൽ ഓഫീസിൽ ഇങ്ങനെ അങ്ങ് ഇരിക്കുമല്ലേ, അതുകൊണ്ടാണ് ഈ വയറ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ കുറേ വർഷത്തിന് മുമ്പിട്ട് ഞാൻ വാങ്ങിച്ച ഒരു സാധനമാണ്. അപ്പം എനിക്കത് എൻ്റെ അനുഭവത്തിൽ എനിക്കത് ഇഷ്ടമായിട്ട് തോന്നിയില്ല. കാരണം ഇപ്പം ഞാനിതിൽ ഓയിൽ ഒഴിച്ചിട്ട് ബൈ ചാൻസിലെങ്ങാനും നമ്മൾ
താഴെ ഒന്ന് അതനുസരിച്ച് ഓയിൽ നിറയ്ക്കാവൂ കേട്ടോ. അതല്ല റീസൺ. ഇത് നമ്മൾ തവയിലിങ്ങനെ തേക്കുമ്പം അത് സൈഡിലൊക്കെ ലീക്ക് ആവുന്നുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നിട്ട് ഞാനിത് ഉപയോഗിക്കാതെ എടുത്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ വീണ്ടും ഇത് കഴിഞ്ഞ ദിവസം എന്തോ അടുക്കിപ്പറക്കിന് കയറിയുണ്ടേ കണ്ടു. അപ്പോൾ അത് പോളിനത് കണ്ടുണ്ടേ വേണം. ഞാൻ പറഞ്ഞ ഇത് കൊള്ളത്തില്ല, ഓയിലൊക്കെ ലീക്കായി പോകുന്നു. നമ്മളിപ്പോൾ ഒത്തിരി ഫുള്ളായിട്ട് നിറച്ചിട്ട് അത് ആ താഴത്തെ സാധനം പിടിച്ചിട്ട് ആ ബ്രഷ് അങ്ങോട്ട് ഉള്ളിലോട്ടാക്കുവാണെങ്കിൽ എണ്ണയല്ല ബ്ലിങ്കെന്നും പറഞ്ഞ് പുറത്ത് ചാടും. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ അടയ്ക്കുകയൊക്കെ ചെയ്യണം. എനിക്കത് അത്ര താല്പര്യമായിട്ട് തോന്നിയിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ ആ ബ്രഷ് ഓപ്പണാണ്, അടക്കണമൊന്നുമില്ല. അപ്പം ഞാനെന്തോ ഇതൊന്നു ഇവിടെ ഒരു ജ്യൂസിൻ്റെ ബോട്ടിലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അറിയാവുന്ന ബുദ്ധിക്ക് ഇങ്ങനൊന്നും ചെയ്യുന്നതല്ല ആരും. ഞാൻ എൻ്റെ ബുദ്ധിക്ക് അതൊന്ന് കവറായിട്ടിരുന്നോട്ടെന്നും പറഞ്ഞ് അതൊന്ന് കണ്ടിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം ഒരു നൈഫും കൊണ്ട് കത്തിച്ചിട്ട് പോളോന്ന് പറഞ്ഞു വയറ്റിലെങ്ങാനും കയറി കൊള്ളു മമ്മി, അതൊന്ന് ചൂടാക്കിയിട്ട് കുത്തെന്ന് പറഞ്ഞു. ഞാൻ അവൻ്റെ വാക്ക് ആദ്യം കേട്ടില്ല. പിന്നെ ഒരു നൈഫ് എടുത്തിച്ച് ചൂടാക്കിയിട്ടൊന്ന് കുത്തിയുണ്ടേ അതങ്ങ് കിഴിഞ്ഞു. എനിക്ക് പക്ഷേ നമ്മുടെ അല്ലാത്ത ബ്രഷാണ് എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞില്ല, നമ്മളിങ്ങനെ കുനിച്ച് നമ്മൾ തവയിലൊക്കെ ഇങ്ങനെ തേച്ചിട്ട് നോക്കുമ്പോൾ സൈഡിൽ കൂടി ഇങ്ങനെ ഒലിച്ചിരിക്കുന്ന കാണാം. ഇനി എനിക്കപ്പം ഇങ്ങനെ പറ്റിയതാണോ എല്ലാ പ്രൊഡക്റ്റും ഇതുപോലാണോ എന്നും അറിയത്തില്ല. നിങ്ങളാരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേരേ. അപ്പം ഞാൻ ഇന്നലെ എനിക്കൊരു തവ വേണം. എൻ്റെ തവ ഞാൻ ഇന്നാളിലേ പറഞ്ഞു കുറേ നാളുകൊണ്ട് തവ നോക്കുക. എനിക്കിപ്പോൾ ഓൺലൈനിൽ എന്തെങ്കിലും വാങ്ങിയാൽ ഞാൻ റീച്ചാൻ്റെ കാലേ പിടിക്കും. അപ്പം തന്നെ ഞാനൊന്നും അങ്ങനെ ഓൺലൈൻ ചെയ്യാനുള്ള പൈസ ഇടപാടൊന്നും ഞാൻ തന്നെ ചെയ്യത്തില്ല. അപ്പോൾ ഈ റീച്ചാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പം ഞാനൊന്ന് നോക്കി വെച്ചിട്ടുണ്ട്. 4 ദോശ 3 ദോശയൊക്കെ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാവുന്ന തവയൊക്കെ ഞാൻ കണ്ടു. പക്ഷേ ബുൾസൈക്കൊക്കെ അത് നല്ലതാണ്. ഇവിടെ ഈ പോൾമോനൊക്കെ ബുൾസൈ ഉണ്ടാക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കിഴക്കും തിടക്കുമൊക്കെ പോവും. ഇതാകുമ്പോൾ നല്ലതാണ്, എനിക്കൊന്ന് വാങ്ങിക്കണം. കാരണം പിള്ളേരുണ്ടാക്കുവാണെങ്കിലും അത് നല്ലതാണ്. അവിടെ തന്നെ തളം കെട്ടി നിന്നോളും. ദോശക്കല്ലി ഒഴിക്കുന്നതിനേക്കായി ഇങ്ങനെയുള്ള കുഞ്ഞ് തട്ടുദോശ പോലുള്ളതേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. വലിയതൊന്നുമല്ല, അങ്ങനെ തട്ടുദോശ പോലുള്ള കുഞ്ഞു കുഞ്ഞു ദോശകൾ ഒറ്റ ട്രിപ്പിലും 3, 4 ഉണ്ടാക്കാം. അപ്പോൾ ഉച്ചയ്ക്ക് ചപ്പാത്തിയും പനീർ കറി ഹോം മെയ്ഡല്ല. അപ്പം പ്രോൾമോ പനീർ കറി ഉണ്ടെന്ന് പറഞ്ഞ് അവനും ചിലപ്പോൾ ഞാൻ ഇച്ചിരി ചോറും ചപ്പാത്തിയും കൂടെ കൊടുക്കുന്നത്. ചില സമയത്ത് മൊത്തത്തിൽ ചപ്പാത്തി കൊടുക്കും. അപ്പോൾ ഇന്നും പറഞ്ഞ് എനിക്ക് ചപ്പാത്തി മതി, ചോറ് വേണ്ടെന്ന്. അങ്ങനെ ഇപ്പോൾ അവനും ചപ്പാത്തിയും പനീർ കറിയും കൂടെ കൊടുത്തു. അപ്പോൾ തോരൻ വെക്കാനായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചായിരുന്നു. അപ്പോൾ അതിലേക്ക് ഉള്ളിയും ബീൻസ് ഉള്ളിയും തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് നന്നായി ഒന്ന് കൈ കൊണ്ട് ഞെരടിയെടുക്കട്ടെ. അപ്പോൾ എന്നിട്ട് അങ്ങ് അടപ്പത്ത് വെച്ചാൽ മതി, പെട്ടെന്ന് ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ വലത്തെ കൈ കൊണ്ടല്ല ഈ ഞെവിടിയത്. അപ്പം പിന്നെ ഞാൻ കയ്യിലെല്ലാം അരപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇടത്തെ കൈ കൊണ്ടാണ് ഞാൻ കടുകൊക്കെ ഇട്ടത്. കടുകിട്ട് പൊട്ടിച്ചിട്ട് പിന്നെ ഇതോടിട്ട് ഇളക്കിയെടുക്കും. കഴിഞ്ഞ ദിവസം ഇവിടെ പരിപ്പ് കറി വെച്ചോണ്ട് മായ പറഞ്ഞാൽ എന്നും പരിപ്പ് കറി ഉണ്ടല്ലോ. പരിപ്പ് കറി ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് മീൻ കറി ഉള്ളതിൻ്റെന്നാണെങ്കിൽ പരിപ്പ് കറി കൊടുത്താൽ കുറേ കൂടി ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് കഴിക്കുന്നതല്ലേ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നത്. മോര് കറി സ്ഥിരമായിരിക്കും, പരിപ്പ് കറി സ്ഥിരമായിരിക്കും. ഡാള് കറിയൊക്കെ ചിലപ്പോഴേ താല്പര്യമുള്ളൂ. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് ഇവിടെ സ്ഥിരം ഇവർ ഡാള് കറിയായിരുന്നു. ഡാള് കറി. ഇപ്പം ഡാള് കറിയൊന്നും ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ അതൊന്ന് ഇളക്കി ഞാനൊന്ന് അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. എനിക്കിച്ചിരി അവിയലോ ഇങ്ങനെയുള്ള പരിപ്പ് കറി കുഴപ്പമില്ല, ഞാൻ മീൻചാറിൻ്റെ കൂടെ കഴിക്കും, ഒഴിക്കും ഇച്ചിരി. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൻ്റെ അകത്തെ ആ അരപ്പൊന്ന് ഇച്ചിരി ഒരു വെള്ളം ഒഴിച്ചൊന്ന് ഇതിലോട്ട് ഒഴിച്ചായിരുന്നേ. അപ്പോൾ ഇച്ചിരി വെള്ളം ഉള്ളതുകൊണ്ട് ആദ്യം ഞാൻ ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഹൈ ഫ്ലെയിമിലിട്ട് ആ വെള്ളം വറ്റിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങനെ ഒതുക്കി അടച്ചു കൊടുക്കും. എനിക്കൊരു ചെറിയ കോൾഡ് ഇപ്പം പെട്ടെന്ന് അതങ്ങ് മാറും. ഇച്ചിരി വിക്സ് ഒന്ന് തേക്കുമ്പോഴത്തേനും അതങ്ങ് മാറും. അപ്പം തൈര് ഒഴിക്കാനായിട്ട് ഇച്ചിരി തൈര് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിങ്ങനെ വെക്കുമ്പോഴേ നന്നായിട്ട് അത് കട്ട കൂടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ.
ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.